കേരളത്തെ അറിയാം 100 ചോദ്യങ്ങളിലൂടെ. കേരളം സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? 1956 നവംബർ 1. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5. നവംബർ 1 രൂപം കൊണ്ട 14 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറുത് ഏത്? കേരളം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാട്. ഒന്നാം കേരള മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ഏത്? 1957 ഏപ്രിൽ 5. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആര്? R. ശങ്കർ. കേരള ഹൈക്കോടതി രൂപം കൊണ്ടത് എന്ന്? 1956 നവംബർ 1. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആര്? KT കോശി. കടൽ മാർഗത്തിലൂടെ കേരളത്തിൽ എത്തിയ ആദ്യത്തെ യൂറോപ്യൻ വ്യക്തി ആര്? വാസ്കോ ഡ ഗാമ. കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ S. രാധാകൃഷ്ണൻ. ഒന്നാം കേരള മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 11. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം ഏത്? കേരളം. ഐക്യ കേരളം എന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്ന സ്ഥലം? എറണാകുളം. കേരളത്തിലെ ആദ്യ ധനകാര്യമന്ത്രി ആര്? C. അച്യുതമേനോൻ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? വേമ്പനാട്. നില എന്നറിയപ്പെടുന്ന നദി? ഭാരതപ്പുഴ. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി? ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം? കണ്ണൂർ ചുരം. കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി? മീശപ്പുലിമല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി? പെരിയാർ. കേരളത്തിൻ്റെ തലസ്ഥാനം? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല? ആലപ്പുഴ. കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം? 141. കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ? മലയാളം. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം? കണിക്കൊന്ന. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം? തെങ്ങ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം? ആന. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം? കരിമീൻ. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം? ചക്ക. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം? ഇളനീർ. അറബിക്കടലിനു സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ? ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി? ആനമുടി. ആനമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? പശ്ചിമഘട്ടം. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല? പാലക്കാട്. കേരളത്തിലെ കടൽത്തീരത്തിൻ്റെ ദൈർഘ്യം? 580 കിലോമീറ്റർ. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകൾ? വയനാട്, ഇടുക്കി, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്? മുഴുപ്പിലങ്ങാട് ബീച്ച്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം? വിഴിഞ്ഞം. കേരള ഭൂമിയെ പ്രധാനമായി 3 വിഭാഗങ്ങളായി തിരിക്കാം. ഏതെല്ലാം? മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിലെ നാളികേരം സമൃദ്ധമായി വളരുന്ന പ്രദേശം? സമതലം. കേരള ഭൂമിയുടെ 70% ഭാഗത്തും കാണുന്ന മണ്ണ്? ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം? ചിറ്റൂർ, പാലക്കാട്. കേരളത്തിലെ നദികളുടെ എണ്ണം? 44. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം? 41. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം? 3. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതെല്ലാം? പാമ്പാർ, ഭവാനി, കബനി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? പെരിയാർ. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി? മഞ്ചേശ്വരം പുഴ.
കേരളത്തിൻ്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള നദി നെയ്യാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട ജലസേചന പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ട്. ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. പെരിയാറിൻ്റെ ഉത്ഭവം ശിവഗിരി മല. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ വനമില്ലാത്ത ജില്ല ആലപ്പുഴ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 16. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിച്ച രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ്. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിച്ച വർഷം 1934. കേരളത്തിൽ 2010 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച പ്രദേശം മലബാർ വന്യജീവി സങ്കേതം. മലബാർ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന പ്രദേശം കൂരാച്ചുണ്ട്, ചക്കിട്ടപ്പാറ, കോഴിക്കോട്. കേരളത്തിൽ ഉഷ്ണമേഖല മഴക്കാടുകൾ കാണുന്ന ജില്ലകൾ പാലക്കാട്, ഇടുക്കി. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന മലനിര വയനാട്ടിലെ ബ്രഹ്മഗിരി. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. കേരളത്തിലെ ആദ്യ പക്ഷിസങ്കേതം തട്ടേക്കാട്. തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. കൊച്ചി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതം മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം മംഗളവനം. കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്. കേരളത്തിലെ ആദ്യ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെ. കേരളത്തിൽ ആദ്യം റെയിൽപാത സ്ഥാപിച്ച വർഷം 1861. അറബിക്കടലിൻ്റെ റാണി കൊച്ചി. കേരളത്തിലെ ദേശീയ ജലമാർഗം കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത 3. കേരളത്തിലെ ആദ്യ വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളം. കൊച്ചി മെട്രോ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയ വർഷം 2019. കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഓണം. കേരളത്തിലെ വിമാനത്താവളങ്ങളുടെ എണ്ണം 4. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ്. സപ്തഭാഷ സംഘഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിൽ 12 പുഴകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ആദ്യ പേര് ചേര രാജവംശം. വേണാട് രാജ്യത്തിൻ്റെ രാജാവെന്ന് അറിയപ്പെടുന്നത് ചിറവാമൂപ്പൻ. ചിറവാമൂപ്പൻ്റെ ആസ്ഥാനം കൊല്ലം പനങ്കാവ്. വേണാട് രാജ്യത്തെ യുവരാജാവെന്ന് അറിയപ്പെടുന്നത് തൃപ്പാപ്പൂർ മൂപ്പൻ. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പള്ളി സെന്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചി. 1498 യൂറോപ്യൻ സഞ്ചാരിയായ വാസ്കോഡഗാമ വന്നിറങ്ങിയ സ്ഥലം കോഴിക്കോട് കാപ്പാട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴത്തി, തിരുവനന്തപുരം. കേരള കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. അവസാനത്തെ കുലശേഖര ചക്രവർത്തി രാമവർമ്മ കുലശേഖരൻ. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട്. കേരളത്തിലെ പുണ്യനദി ഏത്? പമ്പ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത്? പുന്നമട കായൽ. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? വയനാട്. തലയാർ എന്നറിയപ്പെടുന്ന നദി ഏത്? പാമ്പാർ.